ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത് ഇതെങ്ങനെ ഈ വാർത്ത പുറത്തു പോയെന്നുള്ളതിനെ കുറിച്ച് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അല്ലാതെ ഈ അഴിമതി ആരോപണത്തെ കുറിച്ചല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. മന്ത്രി കൊടുത്ത പരാതിയാണ്. ആ പരാതിയിലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ വാർത്ത എങ്ങനെ പുറത്തു പോയെന്നാണ്. നേരത്തെ നടന്ന സംഭവം പോലെ. അതല്ല ഏറ്റവും വിചിത്രമായ കാര്യം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല അദ്ദേഹം മരുമകനാണല്ലോ, അല്ലാത്ത കാര്യമൊന്നുമില്ല. അല്ലാതാവില്ലല്ലോ. ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അബ്കാരി പോളിസിയിലെ ചേഞ്ച് വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ്. അതിൽ ടൂറിസം വകുപ്പിന് എന്താ കാര്യം? ടൂറിസം വകുപ്പ് എന്തിനാണ് മീറ്റിംഗ് വിളിക്കുന്നത്? ഈ ടോപ്പിക് വെച്ചിട്ട് ബാർ ഉടമകളുടെ യോഗം ടൂറിസം വകുപ്പ് വിളിച്ചു ചേർക്കുകയാണ്. എന്നിട്ട് ചർച്ച ചെയ്യാണ്, എന്നിട്ട് ആവശ്യപ്പെടുകയാണ്. ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് അബ്കാരി പോളിസിയിലെ ചേഞ്ചിനെ കുറിച്ച്. അതെന്താ അത് മനസ്സിലാകണം നമുക്ക്. രണ്ട് വകുപ്പല്ലേ. അതാണ് MP രാജേഷിനോടുള്ള ഞങ്ങളുടെ ചോദ്യം കൂടി അതാണ്. ഈ ടൂറിസം വകുപ്പ് അദ്ദേഹത്തിന്റെ വകുപ്പിൽ കൈകടത്തി എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിന് ഉണ്ടോന്ന് കൂടി പറയണം. ഇത് നമ്മളിപ്പോ ഇതല്ലേ ആദ്യം പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ടൂറിസം വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. വിത്ത് എവിഡൻസ് ആണ് ഞങ്ങൾ പറയുന്നത്. വ്യക്തിപരമായ ആക്ഷേപമല്ല, വിത്ത് എവിഡൻസ്. എന്നിട്ട് മന്ത്രിമാർ നുണ പറഞ്ഞു. രണ്ടുപേരും പച്ചക്കള്ളം പറഞ്ഞു. അല്ല, പ്രതിപക്ഷം സമര പരിപാടികളുമായിട്ട് ഇറങ്ങുവാണ്. ഞങ്ങളുടെ യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് സമരങ്ങൾ, KPCCയുടെ സമരപരിപാടി അടുത്ത ദിവസം തന്നെ KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കും. UDF-ലെ ഘടകകക്ഷികൾ സമരവുമായി മുന്നോട്ട് പോകും. ആ സമരം കഴിഞ്ഞ് കഴിയുമ്പോൾ നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കും. നിയമസഭാ സമ്മേളനം ആരംഭിച്ചാൽ UDF-ന്റെ കൂടി ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. നിരന്തരമായ സമരങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ ഡിമാൻഡ് വെച്ചു. 2 മന്ത്രിമാർ രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഞങ്ങളെങ്ങനെയാ അറിയണത്? ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. സാമ്പത്തിക കാര്യ സമിതിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ അംഗങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളോട് ചർച്ച ചെയ്താലേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അല്ല, വാർത്തകൾ വന്നിട്ട് ഇപ്പൊ ഇലക്ഷൻ അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ കോഡ് ഓഫ് കോണ്ടക്ട് അല്ലേ വരുന്നത്. ഞങ്ങൾ അതിനു മുമ്പ് ആദ്യം ഇത് വന്നത് സബ്ജക്ട് കമ്മിറ്റിയിൽ, അപ്പൊ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചാലല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ റൂൾസ് ഫ്രെയിം ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ ഫ്രെയിം ചെയ്ത് അസംബ്ലിയുടെ ടേബിളിൽ വയ്ക്കുമ്പോൾ ഞങ്ങൾ അറിയുള്ളൂ. ടേബിളിൽ വയ്ക്കുമ്പോൾ ഞങ്ങൾ ഒബ്ജക്റ്റ് ചെയ്യും. റൂൾസ് ഫ്രെയിം ചെയ്യാൻ വ്യത്യാസം വരുത്തണം, അമെൻമെന്റ് നടത്തണം. അബ്കാരി റൂളിൽ അമെൻമെന്റ് നടത്തിയിട്ട് അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിട്ട് ടേബിൾ ചെയ്യും അമെൻമെന്റ്. അപ്പോഴല്ലേ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. UDF സർക്കാർ അന്ന് നിർത്തിയ ബാറുകൾ കഴിഞ്ഞ 8 വർഷത്തിനിടെ ഘട്ടഘട്ടമായി ഏതാണ്ട് 10 ഇരട്ടിയെങ്കിലും ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പ്രതിപക്ഷം അത് കാര്യമായി എടുക്കാതിരുന്നൊരു വീഴ്ച സംഭവിച്ചു. അല്ല, ഇതിപ്പോ തുടങ്ങിയതല്ലല്ലോ, നേരത്തെ തുടങ്ങിയതാണ്. ഈ ബാറുകളുടെ എണ്ണം അനാവശ്യമായി വർദ്ധിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദ്യനയം ഇപ്പോൾ പിണറായി വിജയൻ ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ 2016 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയോടൊപ്പം നടത്തിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, മദ്യവർജന സമിതിക്കാരെയും മദ്യനിരോധനക്കാരെയും ഞങ്ങൾ കൂട്ടി ഈ മദ്യം വ്യാപകമാക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. അന്ന് 29 ബാറുകളിൽ 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ബാർ അനുവദിച്ചതിനെ എതിർത്തോണ്ടായി പറഞ്ഞത്. 5 സ്റ്റാർ കിട്ടില്ല, അതുകൊണ്ടാണ് 5 സ്റ്റാറിന് കൊടുത്തത്. 5 സ്റ്റാർ തീരുമാനിക്കുന്ന വേറെ സെൻട്രൽ ഏജൻസിയാണ്. 5 സ്റ്റാർ ഒരു ഹോട്ടലിന് ഗ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബാർ ഉണ്ടാണ്. അതാണ് 5 സ്റ്റാറിൽ 29 എണ്ണം തുടരാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ മദ്യവ്യാപനത്തെ ഞങ്ങൾ എതിർക്കും. മദ്യനിരോധന സമിതിക്കാർ ഒരുമിച്ച് LDF വരും, എല്ലാം ശരിയാവുന്നവർ. ആ പറഞ്ഞ ആൾ വന്നപ്പോഴാണ് ഇതെല്ലാം ശരിയാക്കി വ്യാപകമായി കൊടുത്തിരിക്കുകയാണ് കേരളത്തിൽ. ഈ രണ്ടാമത്തെ സർക്കാർ വന്നതിന് ശേഷം പിണറായി സർക്കാർ 130 ബാറുകൾ കൂടുതൽ, 130 ബാറുകൾ കിട്ടുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് മുഴുവൻ ഇതാണ്. സാമ്പത്തിക താല്പര്യം അല്ലാതെ എന്താ? ഞങ്ങൾ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിപ്പോ വ്യക്തമായ തെളിവുകൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. മറ്റേത് KM മാണിയുടെ കാലത്ത് ഒരു ഫേവർ ചെയ്തില്ലല്ലോ. KM മാണിയുടെ കാലത്ത് ബാറ് പൂട്ടുന്നതിന് ബാറുകാർ കൊണ്ട് കാശ് കൊടുക്കും. ബാറ് പൂട്ടാൻ ഗവൺമെന്റ് തീരുമാനം എടുക്കുകയാണ്, ബാറുകളെല്ലാം അടച്ചുപൂട്ടാൻ. അപ്പൊ ബാർ ഉടമകൾ പൈസ കളക്ട് ചെയ്തുകൊണ്ട് ധനകാര്യ മന്ത്രിക്ക് പൈസ കൊടുക്കുക. അതെന്താ? അവർക്കൊരു ഫേവർ അല്ലല്ലോ ചെയ്തത്.